പടക്കം പൊട്ടിച്ച് തുടങ്ങിയിരിക്കുകയാണ് ജർമ്മനി. സ്കോട്ട്ലൻഡിന് 5-1 എന്നുള്ള സ്കോർ ലൈന് മ്യൂണിച്ചിൽ അലയൻസ് അറീനയിലെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് അവര് ഗംഭീരമായിട്ടുള്ള ആ ഒരു തുടക്കം കുറിക്കൽ യൂറോക്ക് നടത്തിയിരിക്കുന്നത്. യൂലിയൻ നാഗൽസ്മാൻ എന്ന് പറയുന്ന 36-കാരനായിട്ടുള്ള ജർമ്മൻ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒരു ചരിത്ര ദിവസമായിരുന്നു. കാരണം വെച്ചാൽ യൂറോയിൽ ഒരു മത്സരം മാനേജ് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു യൂലിയൻ നാഗൽസ്മാൻ. മാത്രമല്ല അദ്ദേഹത്തിന്റെ കീഴിൽ ജർമ്മനിയുടെ വണ്ടർ കിഡുകൾ ഇങ്ങനെ ഫ്ലറിഷ് ചെയ്യുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഫ്ലോറിയാൻ വെർട്സ് 10ാമത്തെ മിനിറ്റിൽ ജർമ്മനിക്ക് വേണ്ടി ലീഡ് നേടി കൊടുത്തിട്ടുള്ളത് ഒരു ചരിത്ര നിമിഷമായി. ജർമ്മനിക്ക് വേണ്ടിയിട്ട് യൂറോയിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഫ്ലോറിയാൻ വെർട്സ്. അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് ഡേയിൽ ഓപ്പണിംഗ് ഗോൾ അടിക്കുന്ന യൂറോയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഫ്ലോറിയാൻ വെർട്സ്. അതോടൊപ്പം അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ ജമാൽ മുസിയാല എന്ന് പറയുന്ന മറ്റൊരു 21-കാരൻ ജർമ്മനിക്ക് വേണ്ടി ലീഡ് ഉയർത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ആ ഒരു ഗോൾ കൂടി പറഞ്ഞതോട് കൂടിയിട്ട് ഒരു യൂറോ മത്സരത്തിൽ 21 അല്ലെങ്കിൽ അതിൽ താഴെയോ പ്രായമുള്ള 2 താരങ്ങൾ ഒരേ മത്സരത്തിൽ ഗോളടിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചതായിരുന്നു ഇന്നലെ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു മജീഷ്യനെ കുറിച്ചിട്ടാണ്. ടോണി ക്രോസ് എന്ന് പറയുന്ന